ഡൽഹി അതിർത്തിയിൽ പ്രതിഷേധിക്കുന്ന കർഷകരെ അനുനയിപ്പിക്കാൻ സർക്കാർ വിളിച്ച നിർണായക യോഗം ഇന്ന് നടക്കും. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ചണ്ഡീഗഡിലെ പഞ്ചാബ് ഭവനിലാണ് ചർച്ച. കൂടിക്കാഴ്ച കഴിയും വരെ സമാധാനപരമായി പ്രതിഷേധിക്കാനാണ് കർഷകരുടെ തീരുമാനം. നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. എവിടെയാണ് ഇപ്പോൾ നിതിനുള്ളത്? കോടമഞ്ഞ് കാരണം നിതിനെ കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? പറയൂ. എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ശംഭുവിലേക്കുള്ള യാത്രാ മധ്യയിലാണ്. ഏതാണ്ട് ശംഭു അതിർത്തി എത്താറാകുന്നുണ്ട്. നേരത്തെ എസ്കെൻ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തരത്തിലുള്ളൊരു കോടമഞ്ഞ് ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ദൃശ്യപരിധി കുറഞ്ഞതിനാൽ തന്നെ വലിയ തരത്തിലുള്ളൊരു ഗതാഗത നിയന്ത്രണം ഈ മേഖലയിലടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ശംഭുവിലേക്കുള്ള യാത്രാ മധ്യയിൽ പോലീസിന്റെ ഭാഗത്തും വലിയ ഗതാഗത നിയന്ത്രണം, അതായത് കർഷകരുടെ സമരം കാരണം പോലീസിന്റെ ഭാഗത്തും വലിയ ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുരുക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടത് ബാരിക്കേഡുകൾ നിരനിരയായി നിരത്തിക്കൊണ്ട് കർഷകരുടെ സമരത്തെ ഡൽഹിയിലേക്ക് കടക്കാതിരിക്കാനുള്ള മാർഗതടസ്സങ്ങൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്രസേനകളെയും വഴിനീളെല്ലാം തന്നെ വിന്യസിച്ചിരിക്കുകയാണ്. ഗ്രാമീണ വഴികളിൽ ഉൾപ്പെടെ കേന്ദ്രസേനയും പോലീസ് അടക്കം ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഏത് തരത്തിലാണെങ്കിലും ഡൽഹി സമരം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കർഷകരുടെ നിലപാട്. അതിനിടയിലാണ് ഇന്ന് 3ാം വട്ട ചർച്ച നടക്കാനിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് ചണ്ഡീഗഡിലെ പഞ്ചാബ് ഹൗസിലാണ് ചർച്ച. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, അതോടൊപ്പം തന്നെ അർജുൻ മുണ്ടെ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. ഇന്നലെ അനുരാഗ് സിംഗ് താക്കൂറാണ് കർഷകരുമായി ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറാണെന്ന് ഒരു നിലപാട് സ്വീകരിച്ചത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കർഷക സംഘടനകൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയത്. ഇന്നലെ ചർച്ച നടത്തുമെന്ന് ആദ്യം വ്യക്തമാക്കിയെങ്കിലും ഇന്നിപ്പോൾ 5 മണിക്ക് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും കർഷകർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം വേണം. അതോടൊപ്പം തന്നെ സ്വാമിനാഥൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങളായ കാർഷിക പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കർഷകർക്ക് നൽകണം. കൂടാതെ ആദ്യ കർഷക സമരത്തിൽ കർഷകർക്ക് നേരെ കേസെടുത്തത് പിൻവലിക്കണം. കൂടാതെ ലഖിംപൂർ കേരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കണം. അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് പ്രധാനമായും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ MSP എന്ന കാര്യത്തിൽ തന്നെയാണ് കർഷകർ ഏറ്റവും പ്രധാനമായും ആവശ്യം ഉന്നയിക്കുന്നത്. അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ്. ഇന്ന് ചർച്ച കഴിയും വരെ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ബാരിക്കേഡ് മറികടന്ന് കർഷകർ മുന്നോട്ട് പോകുന്ന ഒരു നിലപാട് സ്വീകരിക്കില്ല. അതേസമയം തന്നെ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ ഡൽഹി സമരവുമായി മുന്നോട്ട് പോകും. ഇപ്പോഴും കർഷകർ ശംഭു അതിർത്തി കേന്ദ്രീകരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. പഞ്ചാബിൽ നിന്നുള്ള കൂടുതൽ കർഷകർ ശംഭു അതിർത്തിയിലേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ ഹരിയാനയിലെ വിവിധയിടങ്ങളിലുള്ള കർഷകരും സംഘടിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം തന്നെ കുരുക്ഷേത്ര, പാനിപ്പത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ വെച്ച് പോലീസ് തടയുന്നു. അതിനപ്പുറം കർഷകർ ഇതുവരെ കടന്നിട്ടില്ല. ഇനി ഇന്നത്തെ കൂടിക്കാഴ്ച പരാജയപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ശംഭുവിലുള്ള കർഷകരും അതോടൊപ്പം തന്നെ കുരുക്ഷേത്രയിലുള്ള കർഷകരെല്ലാം തന്നെ സംഘടിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് പോകാനാകും ആലോചിക്കുക. അതോടൊപ്പം പോലീസിന്റെ ഈ നിയന്ത്രണങ്ങളെല്ലാം മറികടക്കാൻ ഉള്ള ട്രാക്ടറുകളും കൂടാതെ JCBകളെല്ലാം തന്നെ സജ്ജമാക്കിക്കൊണ്ട് തന്നെയാണ് കർഷകർ രംഗത്തുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ എത്ര കാലം വേണമെങ്കിലും സമരം ചെയ്യാൻ തയ്യാറാണ് നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. നാളെ കർഷകരുടെ നേതൃത്വത്തിൽ വിവിധ കർഷക ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഗ്രാമീൺ ബന്ദിന് ആഹ്വാനവും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കർഷക സമരം, അതായത് നേരത്തെ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കും വരെയുള്ള കർഷക സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കർഷക സംഘടനകളുടെ നിലപാട്. ഇന്നലെ ശംഭു അതിർത്തിയിൽ സംഘർഷമുണ്ടായിരുന്നു. കുരുക്ഷേത്രയിലും സമാധാനത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായ സാഹചര്യമുണ്ട്. അതുകൊണ്ട് പരമാവധി ചർച്ചയിലൂടെ വേഗത്തിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും സ്വീകരിച്ചു വരുന്നു. നമുക്കറിയാം, അടുത്ത 2 മാസത്തിനകത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ കർഷക വോട്ടുകൾ കർഷകരെ പിണക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കർഷക വോട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്ത് ഫോർമുലയാകും ഇന്ന് കർഷകർക്ക് മുമ്പിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുക? അതിൽ കർഷകർ വഴങ്ങുമോ, അതല്ല വീണ്ടും സമരമായി മുന്നോട്ട് പോകുമോ എന്ന് ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ള ചർച്ചയിൽ മനസ്സിലാക്കാം. SKN. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ.